ഡബ് ചെയ്തത് ഇവരും, ചുണ്ടനക്കിയതില്ല ഇവരും. വെക്കേഷനായിട്ട് എല്ലാരും ഇവിടെ ചുമ്മാതെ കുത്തിയിരിക്കുകയാണ്. ടച്ചിന് കഴിഞ്ഞ ആഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചൂട് കൂടിയോണ്ട് നിർത്തി വെച്ചിരിക്കും. ഇനി മെയ് പകുതി ആകുമ്പോഴേ ക്ലാസ് തുടങ്ങും. ക്ലാസ് തുടങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും പരീക്ഷയാണ്. പരീക്ഷ 10ാം ക്ലാസ്സുകാരിക്ക്. റോക്കി ചൊറിയാൻ വേണ്ടി വന്നിരിക്കും കേട്ടോ. ചൂടായോണ്ടാന്നോന്ന് അറിഞ്ഞൂടാ. റോക്കിക്ക് ഭയങ്കര ചൊറിച്ചില്. അവന് ചൊറിയാൻ വേണ്ടി മേടിച്ച സാധനം. അയ്യോ, ഇത് മനുഷ്യന് ചൊറിയാൻ വേണ്ടി മേടിച്ചതാ. ഇപ്പൊ സൂചിച്ചങ്ങ് ഇരിക്കുക. നോക്കിയാട്ടെ. എന്തേ ഉറച്ചു പറ. കേൾക്കാൻ പറ്റത്തില്ല. പിള്ളേരൊന്നും പറയാൻ പതുക്കെ പറയുന്നത്. എന്നെ ഏതാണ്ട് കുറ്റം പറഞ്ഞതാ. ദേ പപ്പി, പിഞ്ചു, മിക്കു ഓടിവാ. കൈ ചൂരിലിരിക്കുന്ന കണ്ടോണ്ടാണ് മിക്കുവും പിങ്കും ഒക്കെ കൂട്ടിക്കരുത്. ഓടിവാ. അയ്യേ, ഈ തോലിപ്പന് എന്താ ഞാൻ ചൊറിഞ്ഞു കൊടുക്കാം റോക്കി ചൈന്. പരീക്ഷയ്ക്ക് പഠിക്കുക 10ാം ക്ലാസ്സുകാര്. അടുത്ത മാസം പകുതി ആകുമ്പോഴത്തേക്കിനും പരീക്ഷ തുടങ്ങും. 2-3 ചാപ്റ്റർ ആണെങ്കിലും പഠിക്കണ്ടായ. പുഷ്പമായാലും പൂവായാലും മാർക്ക് പഠിച്ചാ മതി. 2-1 ഒന്നും അല്ലേലും. ഇങ്ങ് വാടേ പിഞ്ചു, 3 കഷ്ണമായോ കണ്ടോ? വെട്ടിക്കോട്ട് അമ്പലത്തിൽ പോയപ്പോ അവിടെ നീ 20 രൂപ കൊടുത്ത് മേടിച്ച സാധനം കേട്ടോ. പക്ഷെ നല്ല പ്രയോജനമായി ഈ ചൊറിച്ചില് സമയത്ത്. ചൂട് സമയത്ത് പുറമൊക്കെ ചൊറിയുമ്പോഴേ നല്ല രസമായിട്ടുണ്ട്. പണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ലേ? 10 രൂപയ്ക്കും ഉണ്ടായിരുന്നു. 10 രൂപയുടെ പ്ലാസ്റ്റിക്കിന്റെ. അത് ഏറ്റവും പ്രയോജനപ്പെട്ടത് റോക്കിക്ക്. അവനാണ്ട് എഴുന്നേറ്റ് പോകുന്നുണ്ടോന്ന് നോക്കിയാട്ടെ. ഇത്ര നേരെന്നറിയാം അവന് ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. ഇവിടൊക്കെ 40 രൂപ മേടിക്കും. ഇരട്ടി പൈസ മേടിക്കും. റോക്കി എഴുന്നേറ്റ് പോടാ. അവൻ ഇങ്ങനെ സുഖിച്ചങ്ങ് ഇരിക്കുക കേട്ടോ. ചൊറിഞ്ഞ് അവന് സുഖിച്ചിരിക്കുക. ഇങ്ങനെ ചൊറിഞ്ഞു കൊടുത്തപ്പം ചെറുക്കനങ്ങ് സൂചിച്ചു പോയി. എന്നിട്ട് പോകുന്നുണ്ടോന്ന് നോക്കിയാട്ടെ. കൊച്ചിനൊന്നും ചെയ്യാതെ. അല്ലെ ബാക്കിയുള്ളത് നീ വടിയും കൊണ്ട് ചെയ്യാ. വടി ഇരിക്കുന്നുണ്ട് അവര് വരാത്തത്. ചെല്ല്, ഇനി വാ കൊണ്ട് കൂട്ടിക്കേറി കിടക്കും കേട്ടോ. ഇനി വാ. അവന്റെയും തലചോറിന് നിന്റെയും തലചോറിന്. അവന്റെ ചെള്ള് നിന്റെ ദേഹത്ത്, നിന്റെ പേൻ അവന്റെ ദേഹത്ത്. രണ്ടുപേരും ഷെയറിങ്. ചെള്ളും പേനും ഷെയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇല്ല, അവന്റെ ദേഹത്ത് ചെള്ളൊന്നും ഇല്ല. പക്ഷെ നിന്റെ തല പേനുണ്ട്. അവന്റെ ദേഹത്ത് ചെള്ളെല്ലാം ഞാൻ സ്പോട്ടോൺ പുരട്ടി മാറ്റിയതാ. പക്ഷെ നിന്റെ തലയില് പുഴുത്ത പേന. അതെല്ലാം അവന്റെ തലയിലിട്ടിട്ട് വിടും. ഓടിവാ. അമ്മച്ചിട്ട് പിഞ്ചുമോനൊക്കെ എവിടെ പോയതായിരുന്നേ? മിക്കു എന്തേ? പിങ്കുവിന് ചൊറിഞ്ഞോട്. പോവരുത്. വടി കിടക്കുന്നുണ്ട് കേട്ടാ. മിക്കുവൊക്കെ പേടിച്ചു തൂറി. ചൂരല് കണ്ടല്ലോ, പേടിയാ. ഓടിവാ കുഞ്ഞു, ഓടിവാ. ആഹാ, കഥ അടച്ചേരാ. കൂടിന്റെ കഥ അടച്ചേരാ. അന്നേരം അവിടെ കയറത്തില്ലല്ലോ. പിങ്കുമോനൊന്ന് ചൊറിഞ്ഞു കൊടുത്തേ. പിങ്കു ഇപ്പൊ ഇത് കടിച്ചു പറിച്ച് തിന്നാനുള്ള ഒരു ഇതിൽ വരും. കണ്ട പിങ്കുവിന് ഇതൊന്നും പറ്റത്തില്ല. പിങ്കുവിന് ഇനി ഇത് എന്താണെന്ന് പഠിക്കണം. അതിന് സ്വന്തമായിട്ട് അവിടെ കൈ കിട്ടണം. എല്ലാവർക്കും ഇച്ചിരിച്ച് നേരം ചൊറിഞ്ഞോട്. ഇനി നമുക്ക് ചൊറിയണമെങ്കിൽ വേറെ മേടിക്കേണ്ടി വരും. മിക്കുമോളിഞ്ഞ് വന്നേ. വടിയില്ല. ഓണ്ടാ പോയി തിരിച്ചു പോയി. അഴുക്കാക്കി. ചൊറിഞ്ഞോടുക്ക്. അപ്പയാണെങ്കിൽ രാവിലെ ആണെങ്കിൽ അമ്മൂമ്മ എണ്ണിക്കുമ്പോഴേ അമ്മൂമ്മയുടെ അടുത്ത് പോയിരിക്കും മസാജ് ചെയ്യിപ്പിക്കുവോ? നീ ഉറച്ചു പറ. അമ്മ പൊട്ടിയപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അമ്മ 1000 വട്ടം അമ്മച്ചി പൊട്ടിന്ന് വിളിച്ചു. കുഞ്ഞ് അമ്മച്ചി പൊട്ടിന്ന് വിളിച്ചു. അവള് പൊട്ടിയായിട്ടല്ലേ മോനെ പൊട്ടാന്ന് വിളിച്ച്. ഏകദേശം 1-2 ആഴ്ചയൊക്കെ ആയിട്ടപ്പോൾ പുതിയ വീട്ടിലോട്ട് ഞങ്ങളെല്ലാവരും വന്നിട്ട്. ഞാൻ ഇടയ്ക്കൊന്നും വന്നു. ഇവർ അച്ഛൻ വന്നതിന് ശേഷം ഒരച്ഛനാണ് എല്ലാ ദിവസവും വന്ന് ഇവിടെ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നതും ഒക്കെ. അപ്പം നമ്മളിങ്ങോട്ട് വരേണ്ടെന്ന് ആവശ്യമൊന്നുമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഷവറൊക്കെ എടുത്തിട്ട്. ഷവറൊക്കെ വിട്ട് ഞങ്ങളിപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഈ അപ്ഡേഷനെല്ലാം ഞങ്ങളിപ്പോഴാണ് കാണുന്നത്. ഇതല്ല ഇനിയിപ്പോൾ ക്ലോസറ്റിലൂടെയൊക്കെ ഉള്ളൂ. ഇതിനകത്ത് 3 ഹീറ്ററാണ്. 4 ബാത്റൂമുണ്ട്. അപ്പം ഇതിനകത്തില്ല. അശ്മി എങ്ങനെയുണ്ട്? അശ്മിയുടെ റൂമിൽ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഫാനിട്ടു.
ബൾബിട്ടു, ഇലക്ട്രിക്കൽ വർക്ക് എല്ലാം കഴിഞ്ഞു. ഇല്ലേ നിങ്ങളിതൊന്നും കണ്ടില്ല. ഞാൻ എൻ്റെ ഇടയ്ക്ക് വെച്ച രാത്രി ഇവിടെ 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 നോക്കട്ടെ, ഇവിടെ നോക്കട്ടെ, വർക്ക് ഏരിയ നോക്കിട്ട് തരാം. വർക്ക് പോകുന്നു അങ്ങനെ നേരെ അപ്പുറം വാടക കേട്ടവാടെ എന്തുവാടെ അവിടെ എന്തുവാ ലൈറ്റ് ലൈറ്റ് ഉണ്ടോ ഇവരെല്ലാം ഓഫ് ചെയ്തിട്ട് പോയാന്ന് പറയുന്നത് കേട്ടോ. ലൈറ്റ് ഇവരെല്ലാം ഓഫ് ചെയ്തിട്ടിട്ട് പോയിക്കും മൊത്തത്തിൽ. അവിടെ ഹീറ്റർ വെച്ചിട്ടുണ്ട്, അവിടെ ഹീറ്റർ. ഞാൻ ഈ ഷവറൊക്കെ വെച്ച് ഞാൻ കണ്ടില്ല കേട്ടോ. ഷവർ വെച്ചിട്ട് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞതും ഇല്ല. ഇത് വെച്ചോ, ഇവരാരും കണ്ടില്ല. ഇവര് പോകുമ്പോ മുഴുകാനായിട്ട് കിടക്കുന്ന വീടായിരുന്നു. ഇപ്പൊ അവർക്ക് തന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നും. നമ്മുടെ ദിവസം കണ്ടോണ്ടെങ്കിൽ നമുക്ക് ഒരു രസം തോന്നുന്നില്ല. അങ്ങനല്ലേ? ഒരു ദിവസം വന്നുള്ളൂ ഞാൻ. ഇല്ല ഇതൊന്നും വെച്ചില്ല. ഇതൊക്കെ വെച്ചായിരുന്നു. അത് ശരി ഞാൻ കണ്ടില്ല കേട്ടോ. എല്ലാം അലങ്കോലമായിട്ട് കിടക്കും. ഇത് ക്ലീനൊക്കെ ചെയ്ത് ഇനി എന്നാ പാല് കാച്ചാൻ നിറഞ്ഞുകൂടാ. ഇന്ന് കാച്ചാ, നാളെ കാച്ചാ, മറ്റേനാളെ കാച്ചാന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കി നോക്കിയിരിക്കുക. നമ്മുടെ വർക്ക് ഏരിയയുടെ പണിയെല്ലാം കഴിഞ്ഞു. പെയിൻറ് വൈറ്റ് വാഷായിരുന്നു എന്നില്ലേ. വർക്ക് ഏരിയ നോക്കട്ടെ. വർക്ക് ഏരിയ ടൈൽസൊക്കെ ഇട്ടത് ഞാൻ കണ്ടില്ല. ടൈൽസ് ഇട്ടെന്നാ ഞാൻ വന്നത്. പക്ഷെ കംപ്ലീറ്റ് നല്ല സെറ്റപ്പ് ആക്കിയിടേ. പിന്നെ അങ്ങനെ വർക്ക് ഏരിയയിലെ സെറ്റപ്പൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് കഴിച്ച് വർക്ക് ഏരിയ എത്രയും വലുതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ വലുതായി പോയി, ഭയങ്കര വലിപ്പമുള്ളൊരു റൂമായിപ്പോയി. പുഴയെടുപ്പ് വെച്ചത് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ടൈൽസ് ഓടി നടന്നു പോയതൊക്കെ. ഇവിടെ എനിക്ക് അരകല്ല് വെക്കാനുള്ളതാണ്. അരകല്ലിടാനുള്ള സ്പേസാണ് കേട്ടോ. അവിടെ നല്ല തിരിച്ച് വെച്ചിട്ടുണ്ട്. സൂപ്പറാക്കിയിട്ടുണ്ടല്ലേ. നമ്മളിങ്ങനെ പണിയിടം തീർത്ത് കാണുമ്പോഴാണ് നമുക്ക് ഒരു രസമായിട്ട് തോന്നുന്നത്. അവിടെ നിന്ന് പറയുമ്പോൾ ഒന്നുമില്ല. അപ്പുറത്ത് അത് വെളിയിലോട്ട് ഗ്യാസ് ഊറ്റി വെച്ചിരിക്കുന്ന അപ്പോൾ അതിൻ്റെ അവിടെ എല്ലാം പാത്രം വെക്കാം നമുക്ക്. എൻ്റെ ഫോണൊക്കെ ചാർജില്ലാത്തതുകൊണ്ട് ഞാൻ പ്രോബ്ലം കൊണ്ടുവന്നെ പിടിക്കും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിത് കാണുമ്പോൾ ഭയങ്കര അതിശയം കേട്ടോ. മറ്റേ നമ്മളായിരുന്നു പണി ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കാണുമ്പോൾ ഇവിടെ വന്ന് ഇവിടെ അച്ഛൻ വന്നതിന് ശേഷം 2 ആഴ്ചയായി ഞങ്ങൾ ഈ ഏരിയയിലോട്ട് വന്നപ്പോൾ. ഈ ഏരിയയിലോട്ട് ഞങ്ങൾ 2 ആഴ്ചക്ക് ശേഷം മാറ്റങ്ങളാണ് ഇതെല്ലാം. എന്തിനോട് സെപ്പറേഷൻ? ഇത് സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുപ്പല്ലയോ, ഇവിടെ അരകല്ലിടാനാണ്. അരകല്ലോ? അതൊന്നും അവർക്ക് അറിഞ്ഞൂടെ. അരകല്ല് വീട്ടിലൊരു അരകല്ല് കിടക്കുന്ന അറിയില്ല. എനിക്ക് അറിയാം അരകല്ല് ചമ്മന്നിരിക്കുന്ന സാധനമില്ലേ. ഇതിനകത്ത് അരക്കാൻ വേണ്ടി കേട്ടോ. ഞാൻ വർഷങ്ങളായി നമ്മുടെ വീട്ടിൽ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പോണക്കാന്നെ കിടക്കും നമ്മുടെ വീട്ടിൽ. ആദ്യം മൊത്തം സാധനങ്ങൾ അതെല്ലാം പറക്കി മാറ്റി പിന്നെ എടുത്ത് ഇതാകുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് കഴുകി എടുത്ത് അരിച്ച് പെട്ടെന്ന് എടുക്കാം. കല്ലെടുത്ത് അരയ്ക്കാൻ പറ്റും. ഇതൊക്കെ വെച്ച് ഇതെല്ലാം വെച്ചപ്പോൾ ഒരു ദിവസം ഞാൻ ഇടയ്ക്ക് ഒന്ന് കണ്ടായിരുന്നേ, അല്ലാതെ ഒന്നും കണ്ടില്ല. പിന്നെ മേളത്തെ ഇത് വെച്ചോണ്ടിരിക്കുന്ന അന്ന് അച്ഛൻ വന്നത്. ഇലക്ട്രിക്കൽ ഇത് വെച്ചോണ്ടിരിക്കുന്നത് അന്ന് എങ്ങാണ്ട് അച്ഛൻ വന്ന. അതുകൊണ്ട് നമ്മളിത് കണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ചെയ്യിപ്പിച്ചേട്ടെ. ഫിറ്റിങ്സ് പ്ലംബിങ്ങിന്റെ ഫിറ്റിങ്സും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പെയിന്റിങ്ങിന്റെ കുറച്ച് ടച്ചിങ് ഉണ്ട്. പിന്നെ കബോർഡ് വർക്കുണ്ട്. എന്ത് തീരുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ പാലുകാച്ചിൻ്റെ ആയിട്ട് എടുത്തു കഴിഞ്ഞാലും ഞങ്ങൾ ആദ്യം 23 എടുക്കാന്ന്, പിന്നെ അന്ന് വിചാരിച്ചതാ, തീരും തോന്നുന്നില്ല. ഇതെന്തായാലും നമ്മൾ വിചാരിച്ച് മാർച്ച് മലക്കൊടയ്ക്ക് മുമ്പ് പാലിച്ചെന്ന് വിചാരിച്ചായിരുന്നത്. ഇപ്പം ഏപ്രില് കഴിയാറായി. നീണ്ടു പോവാ. എന്താന്ന് അറിഞ്ഞൂടെ, പണി ചെയ്യാത്ത വീടാ. പക്ഷെ ഇത് ഭയങ്കര സെറ്റപ്പല്ലേ. നമ്മുടെ ഉടുപ്പ് ഫുള്ളായിക്കാട്ടാ. നമ്മുടെ ഉടുപ്പ് ഫുള്ളായിക്കും. ഇവിടെ കണ്ട് വെച്ച് ആര് തന്നെ തോന്നുന്നു. അകത്തോട്ടാ. വേണ്ട തുറക്കണ്ട. അതെന്തോടെ നമ്മൾ മിനി മേളിൽ പോയി നോക്കാമേ. മേളിൽ ചെന്നിട്ട് അതുകൊണ്ട് ഒന്നോടെ വന്ന് വലിച്ചിളക്കിക്കോ. ഇത് നമ്മുടെ വീട്ടിലില്ലല്ലോ. ഇതൊക്കെ നമ്മുടെ നല്ല കിടക്കുന്ന സ്ഥലത്തിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഈ പിള്ളേരൊന്നും കാണത്തില്ല. അവിടെ എല്ലാം ഇത് മൂലയിലിരിക്കുകയുണ്ട്. ഇവിടെ വന്നപ്പോ ഒരു അതിശയം പോലെ പുകയെടുപ്പിന്റെ കുഴലാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നില്ല. കാരണം നമുക്ക് വെക്കുമ്പോഴേ ഞങ്ങള് വെളിയിൽ ഹാൻഡ് റെയിൽ വെച്ചിട്ട് കാണിച്ചില്ലല്ലോ. ഇനി അത് കാണിക്കാം. തിറക്ക്. അവിടെ ഫാൻ ഇട്ടില്ല. 2 ഫാൻ ആകെ മേടിച്ചുള്ളൂ. ബാക്കി ഫാൻ മേടിക്കാൻ കിടക്കുന്നേ ഉള്ളൂ.
ഇനിയിപ്പോൾ നാളെ കാണാം തുറക്കും. അവൾക്ക് ഇപ്പോഴും ഒന്നും തുറന്നു. എന്താ ഒരു പാളി തുറന്നാൽ മതി. തുറക്ക്. ഓക്കെ. ഇത് നമ്മൾ മേളത്തെ സിറ്റൗട്ട്. ഞങ്ങളുണ്ടല്ലോ, ഞാൻ ഒരു ദിവസം ഇടയ്ക്ക് ഒരു ദിവസം വന്നെന്ന് പറഞ്ഞില്ലേ, അന്ന് കണ്ട് ഇതിനകത്ത് ഇത് നിറച്ചും ഗോവയ്ക്കായിരുന്നു കേട്ടോ. അവർക്ക് എന്തെങ്കിലും കണ്ട താഴെ നിന്ന് അവർക്കത് വിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങളിവിടെ ഇവിടെ നിന്നുണ്ട് നമുക്ക് സുഖമായിട്ട് വിൽക്കാം കേട്ടോ. നല്ലൊരു തോരങ്ങളും ഇതുണ്ടായിരുന്നു. ഞങ്ങളത് വെച്ചിട്ടുണ്ടെങ്കിൽ തോരൻ വെച്ച്. പക്ഷെ അപ്പുറത്ത് അയ്യത്തേന്നേ ഉള്ളൂ. വേണ്ടണ്ട ഇവിടെ ഹാൻഡ് റെയിലൊക്കെ വെച്ച് എനിക്ക് അതിന് മുമ്പ് നടക്കാൻ പേടിയായിരുന്നു. എനിക്ക് എങ്ങോട്ട് പോയി പിള്ളേർ? ഹൈ, നല്ല വ്യൂ അല്ലേ, കളക്കില്ലേ? ആ ഇവിടെ നമുക്ക് റീൽസൊക്കെ ചെയ്യാം ഇവിടെ നിന്നുണ്ട്. റിങ്സ് അല്ല പോയിട്ട്. ഇതൊക്കെ എന്ത് വന്നേ, ഇതൊക്കെ എന്തോ നൈറ്റൊക്കെ. എനിക്കിങ്ങനെ പൊക്കത്തിൽ നിൽക്കുമ്പോൾ പേടിയാ. ഇത് നമ്മുടെ കടയുടെ പിന്നെ ഇവിടെ തന്നെ ഞാൻ ഊഞ്ഞാലാടണമായിരുന്നില്ലേ? ഇവിടെ കൊള്ളാൻ നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാം. നമുക്ക് ഇവിടെ നിന്ന് റീൽസ് ചെയ്യാം. അത് ലൈറ്റ് അടി. പക്ഷെ അതാ അതിന്റെ കാര്യം പറഞ്ഞത്, പുറത്തോട്ട് അതിന്റെ ആവശ്യമില്ലായിരുന്നു ശരിക്കും ഇല്ലേ? ആ അതില്ലല്ലോ, അതുപോലെ കട്ട് ചെയ്തു. അതെന്റെ ഫോട്ടോ ഇല്ലേ നമ്മൾ ഇന്നലെ എടുത്ത്, നല്ല രസമാണ്. ഇനി നമ്മൾ പാലാച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി വ്യൂ ഒക്കെ ഇടാൻ പറ്റും. എന്ത് ചെയ്യാനാ, ഇങ്ങനെ പണിയൊക്കെ സെറ്റപ്പാക്കി. ഒറ്റപ്പുറപ്പുറം എല്ലാം വീടാണ്. അപ്പുറത്ത് അയ്യത്ത് തരുന്ന കൃഷിയെല്ലാം നമുക്ക് ഇപ്പുറത്ത് ഇങ്ങോട്ട് വിളവെടുക്കാം. ഞങ്ങൾക്ക് വിളവെടുക്കാം. അതൊന്നും വേണ്ട, അതിനൊന്നും ആവശ്യമില്ല. ഇനി ഞാനിപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് റൂമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴേ റൂമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? ഇവിടെ ഷവർ വെച്ചിട്ടില്ലടേ. ആ ഇവിടെ കഴിഞ്ഞില്ലേ, താഴെ അത് കറങ്ങിക്കൊണ്ടിരിക്കുവടേ. ഇവിടെ പക്ഷേ ബാത്റൂമൊന്നും സെറ്റാക്കിയില്ല. ഇവിടുത്തെ ബാത്റൂമൊന്നും സെറ്റാക്കിയില്ല. ഇനി അപ്പുറത്തെ അശ്മിയുടെ റൂമിലോട്ട് പോവാം. അശ്മി ഇതേ അടച്ചേരടേ, അടച്ചേരേ. ഇവിടെ അല്ല, അത് ഒലകിപ്പോയത്. അല്ല, അച്ഛനോട് പറയാം. ഓ ഇനി ഇവിടെ ക്ലീനിങ് ആയി കഴിഞ്ഞാൽ എന്ന് താമസിക്കാനാണ്. ഈ ലൈറ്റ് ഇല്ലടി, ലൈറ്റ് ഉള്ള അവർ ഓഫാക്കി ഇട്ടേക്കുക. അശ്മിയുടെ റൂമിൽ ഫാൻ ഇട്ടിട്ടുണ്ട്. ലൈറ്റ് ഇല്ല അശ്മി, അവർ മൊത്തത്തിൽ മെയിൻ എന്തോ ഓഫ് ചെയ്തിട്ടിട്ട് പോയിക്കുക. വെട്ടമില്ല. ഇനി അവർ വരുമ്പോൾ എന്തിനാ വെച്ചാൽ പണിയൊന്നും ക്ലിയർ ആയില്ലല്ലോ. വയറൊക്കെ താഴോട്ട് കിടക്കുന്നില്ല, അതുകൊണ്ടായിരിക്കും അവരെല്ലാം ഓഫ് ചെയ്തിട്ട്. ഹീറ്റർ വെച്ചിട്ടുണ്ട്. ഇവിടെ മറ്റേതൊന്നും വെച്ചിട്ടില്ല അല്ലയോ? ഷവറൊന്നും വെച്ചിട്ടില്ലല്ലോ. ഒക്കെ വയ്ക്കും. പിന്നെ ഇത് അമ്മയുടെ റൂം. ബാക്കിയൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കാം. ഇതിപ്പോൾ തന്നെ ലോങ് വീഡിയോ ആയി കാണും. നമ്മുടെ മിക്കുൻ്റെ ഒക്കെ കുറേ ഉണ്ടായിരുന്നത് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിന് ലോങ് ആയിപ്പോവും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.